ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ആനിമലിനെ നമ്മൾ എക്സ്പ്ലോറേറ്ററി ആയിട്ട്, അതായത് നമ്മളതിൻ്റെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് ചില പ്രോബ്ലംസ് തോന്നി. അപ്പോൾ നമ്മൾ മയക്കി ആനിമലിനെ നല്ല കൃത്യമായിട്ട് മാക്കാൻ പറ്റി. ദെൻ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്തു. അപ്പം എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ബൈലാറ്ററൽ യുവിഐറ്റിസ് എന്നൊരു കണ്ടീഷനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നല്ലോണം കുറവാണ് ഒരു കണ്ണിൻ്റെ, മറ്റത് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അക്യൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ണ് കംപ്ലീറ്റ് പരിശോധിച്ചു, നമ്മളത് ഡ്രസ്സ് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ വളരെ രണ്ട് കണ്ണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് സെഡേഷൻ നമ്മൾ ചെയ്തിട്ട്, പക്ഷേ വളരെ നല്ല സെഡേറ്റ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോ കോളർ ചെയ്തു. കാരണം ഇതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി റേഡിയോ കോളർ ചെയ്തു. ഇനി അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കും. അതിനുശേഷം ഫർദർ തീരുമാനങ്ങളിലേക്ക് വരും. കാഴ്ച തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യത അങ്ങനെയാണ്. നമുക്കിത് ഇപ്പം അങ്ങനെ ഒരു പ്രോഗ്നോസ് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇപ്പം നമ്മളൊരു വൺ ടൈം ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ബൈലാറ്ററൽ യുവിഐറ്റിസ് ആണ്. പക്ഷേ അത് കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി. അതായത് കംപ്ലീറ്റ് നിർത്തി സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. സ്വാഭാവികമായിട്ടും കണ്ണിന് കാഴ്ചയില്ലാതെ കാട്ടിലത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇനി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് ഇപ്പം നമ്മളെ ഒരുപാട് ആളുകൾക്ക് ഒരു കണ്ണിന് മാത്രം കാഴ്ചയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കുങ്കിയായിട്ടുള്ള വടക്കനാട് കൊമ്പന് പോലും ഒരു കണ്ണ് ബ്ലൈൻഡാണ്. അപ്പം പല രീതിയിൽ വരാം. മനുഷ്യന്മാരുള്ള കാരണങ്ങൾ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ സാധാരണ ഒരു ആക്സിഡൻസിൻ്റെ വഴിയും വരാം. പക്ഷേ ഒരു പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആനിമൽസ് ഉണ്ട്. കാരണം കാഴ്ചക്കാട്ടും കൂടുതൽ ആന ഉപയോഗിക്കുന്നത് സ്മെല്ലും ശബ്ദവും അങ്ങനത്തെ കാര്യം. നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, ഫീഡ് ചെയ്യുന്നുണ്ട്. അനസ്തേഷ്യയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടെ വെച്ചിട്ടാണ് ഒബ്സർവേഷൻ നടത്തിയത്, എക്സാമിൻ ചെയ്തത്. സോ അതിൽ വെച്ചിട്ട് നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കണ്ണിൽ മുറിവുണ്ടായിട്ടാണല്ലോ പ്രോബ്ലം വരുന്നത്. ബൈലാറ്ററൽ യുവിഐറ്റിസ് എന്ന കണ്ടീഷൻ വരുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ മുമ്പ് PT7 പിടിക്കുന്ന സമയത്ത് നമുക്ക് റബ്ബർ ബുള്ളറ്റ് അടക്കമുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. പെല്ലറ്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇൻഫൈറ്റ് മുറിവുകളുണ്ട്, അതായത് വേറെ കൊമ്പിനായിട്ട് കുത്തുകൂടിയുണ്ട്, ചെറിയ മുറിവുകളുണ്ട്. അതെല്ലാം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വലിയൊരു പ്രൊസീജിയറാണ് ചെയ്തത്. ഒരു പെട്ടെന്നുള്ള പ്രൊസീജിയറല്ല, ഒരു ലോങ്. നമുക്കത് ഇപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ അനസ്തീഷ്യ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചികിത്സ ഞാൻ പറഞ്ഞില്ലേ, റേഡിയോ കോളർ ചെയ്തിട്ടുണ്ട്. ഇതിന് കണ്ടിന്യൂസ് ഒബ്സർവേഷനാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെ കംപ്ലീറ്റ് ആനിമലിനെ സെഡേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. വളരെ പ്രൊഫഷണലായിട്ട് ബൈ സർപ്രൈസാണ് നമ്മൾ ചെയ്തത്. ആനിമൽ തന്നെ അറിഞ്ഞിട്ടില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ മയക്കോടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പോലും പോയിട്ടില്ല ആനിമൽ. ഡോസൊക്കെ നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങളല്ലേ. ഇൻഫൈറ്റ് മുറിവുകൾ ഉണ്ടാവും. മിക്ക കൊമ്പനാനകൾക്കും ഈ സമയത്ത് എന്താ പറയുക, മസ്തിൻ്റെ സമയത്തുള്ള അന്യനും കുത്തുകൂടിയുള്ള മുറിവുകളുണ്ടാവും. അതെ, നമ്മളിപ്പം ചെയ്തിരിക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ഓക്കെ, ഇപ്പോൾ ഒഫ്താൽമിക് കണ്ടീഷന് ഇപ്പം ഡോക്ടർ ദിനേഷ് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇതിലേതാണ് റീസൺ, നമുക്ക് എന്താ പറയുക, നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. എന്നിട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ കണ്ണിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മരുന്നുകളൊക്കെ വെച്ചു, അത് ചെയ്തു. നമ്മൾ ഇഞ്ചെക്ഷൻസ്, ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റിറോയിഡ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെ വരുന്ന അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ആനിമലിൽ സർവൈവ് ചെയ്യാമെന്നാണ് നമ്മളുടെ വിചാരം. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണം, എന്നാലും നമുക്ക് പ്രോഗ്നോസിസ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ടീമാണ്. ഇവിടുത്തെ ഡോക്ടറുണ്ട്, അവരുടെ ആൾക്കാരുണ്ട്, ഡേവിഡ് ഉണ്ട്, ഡോക്ടർ ശ്യാമുണ്ട്, അവരുണ്ടാവും. അത്യാവശ്യമാണ് ഞങ്ങൾ വരും. ദൗത്യത്തിൽ വലിയൊരു സംഘമാണ് പങ്കെടുത്തത്. 50 പേരോളം ഉണ്ടാവും. ഒന്നാമത് ഇവിടുത്തെ സ്റ്റാഫുണ്ട്, ഇവരാണ് ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലമായിട്ട്. കൃത്യമായിട്ട് നല്ല മോണിറ്ററിങ്ങും നല്ല കേസ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ഇറങ്ങിയത്. പിന്നെ വയനാട് നിന്ന് വന്നാൽ ഞങ്ങൾ 20 പേരടങ്ങുന്ന ടീം. അപ്പോൾ നമ്മളൊരു ടീമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഈ ഡാർട്ടിങ്ങിന് 5, ഇതൊരു വലിയ പ്രോസസ്സാണ്. അത് വൈൽഡ് ആകുമ്പം
5 ടീമാണ് ഉണ്ടാവുക. ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും. അവരാണ് തീരുമാനം എടുക്കുക. അത് ചീഫ് എല വാർഡൻ മുതൽ CCF മുതൽ നമ്മൾ DFO വരെയുള്ള ടീമുണ്ടാവും. റേഞ്ച് ഓഫീസർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും. ഇവരാണ് ഈ ആനയെ കൊണ്ടുപോയിട്ട് then അത് കഴിഞ്ഞിട്ട് ഒരു ഡാർട്ടിംഗ് ടീം ഉണ്ടാവും. മയക്കുവെടി വെക്കുന്ന ടീം ഉണ്ടാവും. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടീം ഉണ്ടാവും. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരണം. റോപ്പ് എന്നിട്ട് നിങ്ങൾക്ക് കാണാതെ റോപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. ആനിമലെല്ലാം നനയ്ക്കണം. പിന്നെ ഒരു കുങ്കി ടീം ഉണ്ടാവും. ഇങ്ങനെ ഒരു 5 ടീമിൻ്റെ ഒരു വളരെ സിങ്ക്രണൈസ് കോർഡിനേഷനിലാണ് ഇത് നടക്കുന്നത്. ഇതിപ്പോ ഈ വൺ ടൈം ഒരു ചികിത്സയാണല്ലോ നൽകിയത്. ഇനി ഇപ്പൊ മരുന്ന് ഇത് വൺ ടൈം ചികിത്സയെക്കാട്ടും കൂടുതൽ എന്താണ് യഥാർത്ഥ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ പ്രശ്നം. മനസ്സിലായി? മെയിൻ ഫോക്കസ് ഡയഗ്നോസിസ് എന്ന സാധനമാണ് നമ്മൾ മെയിൻ ഫോക്കസിലായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. കണ്ടിന്യൂസ് ഒബ്സർവേഷനും പറ്റും. അത് നമുക്ക് മയക്കാൻ നമുക്ക് ഒരിക്കലും ആനയുടെ കണ്ണ് പരിശോധിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവും. നിങ്ങളൊരു ഐ സർജറിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്ലിയർ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് എ ലോങ് പ്രോസസ്. മന്ത്രിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് ആനയെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റി ചികിത്സ നൽകണം, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റി ചികിത്സ കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഭേദപ്പെടുക. അല്ല, ഞാനത് പറഞ്ഞില്ലേ, അത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടുന്നു, ഇതിൻ്റെ പ്രോഗ്നോസ് എങ്ങനെയാണ്, ഇതിൻ്റെ എങ്ങനെ കിട്ടുന്ന അനുസരിച്ചിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. നമുക്കെപ്പോഴും വൈൽഡിൽ തന്നെ നിർത്താനാണ് എപ്പോഴും ആനിമലിനെ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരാനല്ല. നമ്മൾ വൈൽഡിൽ നിൽക്കുക, അതിൻ്റെ നാച്ചുറൽ ഫങ്ഷൻസ് ചെയ്യുക, അതേസമയത്ത് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടിരിക്കുക, ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാണ്ടിരിക്കുക, ആനിമൽ ആന നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് ചിലപ്പം ചെയ്യേണ്ടി വരും. അത് ഒരു തീരുമാനമാണ്, മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഇത് ഒരു 20 ദിവസമെങ്കിലും തുടരേണ്ടി വരും. ഇല്ല, ഇപ്പം കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ പെരൻട്രൽ ലോങ് ആക്ടിങ് ആയിട്ടുള്ള കുറേ കാലം നിൽക്കുന്ന ആൻറ്റിബയോട്ടിക്കും സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.